നിങ്ങൾ എനിക്കൊരു 10 സെന്റ് സ്ഥലം എഴുതി തന്നാൽ പോലും ഈ റെസിപ്പിക്ക് പകരമായില്ല കേട്ടോ. ഒരു യഥാർത്ഥ കോട്ടയംകാരനോട് ബൂർജ് ഖലീഫയിലെ സ്വർണ്ണപ്പൊടി വിതറിയ പിസ്സ വേണോ നല്ല കപ്പ ബിരിയാണി ചോദിച്ചാൽ അവൻ കപ്പ ബിരിയാണി ചൂസ് ചെയ്യുള്ളൂ. റെസിപ്പി പിടിച്ചോ. ഇറച്ചിയുടെ 10% ലിവർ, നെയ്യുള്ള കറിയല് 50%, ബാക്കി 40% ശുദ്ധമായ പോത്ത്. അതിനകത്തേക്ക് ഇടിച്ച മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ നല്ല ഫ്രഷ് കരിയാപ്പല ഫ്രഷ് ആണോന്ന് അറിയാൻ ചവച്ച് നീരിറക്കി നോക്കിയാൽ മതി. ആ വിഷം അങ്ങ് മാറി കിട്ടും. ഗരം മസാല, ഇടുക്കി ഗോൾഡ്, കുരുമുളക്, ഇച്ചിരി വെള്ളം കൂടെ വെച്ച് അടച്ചു വെച്ച് പോത്തിന്റെ മൂപ്പനുസരിച്ച് വിസിൽ അടുപ്പിച്ച് റെഡിയാക്കി എടുത്തു വെക്കുക. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ ഉരുളിയെ കളത്തിലിറക്കുക, നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക, സവോള ഇട്ട് കൊടുക്കുക, അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിവെച്ച തേങ്ങ, പച്ചമുളക്, ഇത്ര സാധനം ഇടുക, ഉപ്പിട്ട് കൊടുക്കുക, നല്ലപോലെ ഇളക്കി ബ്രൗൺ കളർ മസ്റ്റാ. പിന്നെ ഡ്രൈ മസാല ഇട്ട് കൊടുക്കണം, അതിനകത്തേക്ക് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, ഗരം മസാല ഇട്ട് കൊടുക്കണം, നല്ല മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി വെച്ചും അങ്ങോട്ട് മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് കപ്പ അടുപ്പേ കയറ്റി തിളപ്പിച്ച് ഊറ്റി നല്ലപോലെ മാറ്റി വെക്കണം. കപ്പ ഊറിക്കഴിഞ്ഞും കുറച്ച് സമയം ഇരിക്കണം. അതുകൊണ്ട് ഈ ഇടയ്ക്ക് ചെയ്യുന്നത് കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെക്കുക. അതാണ്ട് നമ്മുടെ കുക്കർ അങ്ങോട്ട് തുറന്ന് ഒരു പീസ് എടുത്ത് വായിലോട്ട് വെച്ച് കഴിക്കും. പിന്നെ നമ്മുടെ മൂപ്പിച്ച് നിൽക്കുന്ന ചോറിനകത്തേക്ക് ഈ ബീഫിനെ അങ്ങോട്ട് മറിക്കണം. ആ നെയ്യൊക്കെ ചേർന്ന് ബീഫ് അങ്ങോട്ട് വീഴുമ്പോഴുള്ള മണം എൻ്റെ സാറേ. എന്നിട്ട് അതങ്ങോട്ട് വെന്ത് വരും. ഓൾറെഡി വെന്ത അതിനകത്തേക്ക് ഒരു ഇച്ചിരി മല്ലിയിലയൊക്കെ ഇട്ടേച്ച് നല്ലപോലെ ഇളക്കണം. ഇത് ചോറ് കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി ഒന്ന് രുചിയൊക്കെ ഉപ്പും പാകമൊക്കെ ഈ സമയത്തൊന്ന് നോക്കിയേച്ച് നല്ല കപ്പ ഇപ്പം പാകമായിട്ടുണ്ടാവും. ഊറിയ കപ്പയ്ക്കകത്തേക്ക് ഈ പോത്തങ്ങോട്ട് മറിക്കണം. എൻ്റെ പൊന്നെ, ഈ പോത്തങ്ങോട്ട് മറിച്ചേച്ച് നല്ലപോലെ ഇളക്കി ഒന്ന് ചേർക്കണം. തീരുന്നില്ല. നേരെ ഒരു വെട്ടുകത്തി എടുത്തോണ്ട് പറമ്പിലേക്ക് പോയേച്ച് മടല് വെട്ടി റെഡിയാക്കി എടുത്തോണ്ട് ഒരു വൃത്തിക്ക് കഴിയേക്കണം കേട്ടോ. എന്നുവെച്ചാൽ അങ്ങോട്ട് അറഞ്ചം പുറഞ്ഞം കൂത്തിയും പിടിച്ചു ഇടിക്കണം. വഴിയെ പോകുന്നവരെ എല്ലാവരെയും പിടിച്ചങ്ങോട്ട് ഇടിപ്പിക്കാൻ നിർത്തിക്കോ. നല്ലപോലെ ഇടിച്ചതിന് ശേഷം ഈ സമയത്ത് ഈ ചൂടിനകത്തൊക്കെ ഇച്ചിരി ഏലക്കാപ്പൊടി ഇടണം. എന്തിനാന്ന് പറയാം, നാട്ടുകാർ അറിയണം നമ്മുടെ വീട്ടിൽ കപ്പ ബിരിയാണി വെക്കുന്നുണ്ടെന്നുള്ള കാര്യം. അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് ദം കെട്ടുവാണ്. പച്ചമുളകും വെളുത്തുള്ളി അല്ല, ഇതിൻ്റെ പിന്നെ സവോള, പിന്നെ ഒരു ഇച്ചിരി കരിയാപ്പലയും മല്ലിയില, ഇത്ര സാധനം ഇടുക. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണം എൻ്റെ മോനെ. ഇതങ്ങോട്ടൊരു ഫൂഫു പരുവത്തിലാക്കി വെച്ച് ഇങ്ങോട്ട് കോരി എടുക്കണം. ഇപ്പം കണ്ട ഇങ്ങനെ വല്ലാതെ ആയും തോന്നും, അങ്ങനെ ഇല്ല. അത് കോരി എടുക്കുമ്പോൾ അത് റെഡിയാവും. അങ്ങനെ കോരി അങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു സാലഡ്, ഇത് സീക്രട്ട് സാലഡാ, പറഞ്ഞ് തരൂല്ല. അപാര രുചി. അന്ന് വെച്ച് നമ്മുടെ ചങ്കുകളെല്ലാം ആയിട്ട് ചേർന്നിരുന്ന വെച്ച് ഇതങ്ങോട്ട് കഴിക്കണം. എൻ്റെ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് ഉണ്ടാക്കുമ്പം എപ്പോഴും ഒത്തിരി ആളുകളുമായിട്ട് ചേർന്നുണ്ടാക്കുക. ഒന്ന് കപ്പ പൊളിക്കാനൊക്കെ ആളാവും, രണ്ട് അത് ആ ഫ്രണ്ട്ഷിപ്പിലിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന മൂടൻ്റെ ചങ്കുകളെ. ലൈഫിൽ പലപ്പോഴും റിലേറ്റീവ്സിനേക്കാളൊക്കെ നമുക്കൊരു ആവശ്യത്തിന് ഉപകരിക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചങ്കുകളൊക്കെ ആയിട്ട് ചേർന്ന് ചെയ്യുക. ഈ തൊണ്ട വയ്യാതിരിക്കുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ. ഇനി മറക്കാതെ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരു കമൻറ്റ് തുടങ്ങിയിട്ട് എൻ്റെ പൊന്നി ചങ്കുകളെ ഹാപ്പി ബ്ലസ്ഡ് ഗൈസ്.